പാർട്ടിയിൽ അടിമുടി തിരുത്തൽ വേണമെന്ന് സിപിഎം തിരുവനന്തപുരം ജില്ലാ സമ്മേളനത്തിൽ അവതരിപ്പിച്ച സംഘടനാ റിപ്പോർട്ട്. ഭരണത്തിന്റെ തണലിൽ സഖാക്കൾക്ക് മൂല്യച്യുതി സംഭവിച്ചു. സംഘടനാപരമായ വീഴ്ചകൾ തിരുത്തണം. ഭരണ നേട്ടങ്ങൾ ജനങ്ങളിലെത്തിക്കാനാകുന്നില്ല എന്നും സംഘടനാ റിപ്പോർട്ടിലുണ്ട്. ആർ ശ്രീജിത്ത് വിശദാംശങ്ങളുമായി ചേരുകയാണ്. ശ്രീജിത്ത്, സംഘടനാ റിപ്പോർട്ടിന്റെ ഉള്ളടക്കം. ശ്രീജിത്ത്, ഇന്ന് ഉച്ചയോടുകൂടിയാണ് തിരുവനന്തപുരം ജില്ലാ സമ്മേളനത്തിൽ ജില്ലാ സെക്രട്ടറി വി ജോയി രാഷ്ട്രീയ സംഘടനാ റിപ്പോർട്ട് അവതരിപ്പിച്ചത്. കഴിഞ്ഞ 3 വർഷക്കാലത്തെ പാർട്ടിയുടെ ജില്ലയിലെ പ്രവർത്തനങ്ങൾ അവലോകനം ചെയ്തിട്ടുള്ള റിപ്പോർട്ടിൽ പാർട്ടിയിൽ അടിമുടി തിരുത്തൽ വേണമെന്ന നിർദ്ദേശമാണ് പ്രധാനമായി ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. തുടർഭരണത്തിന്റെ തണലിൽ പാർട്ടി പ്രവർത്തകർക്കും നേതാക്കൾക്കും വലിയ തോതിൽ മൂല്യച്യുതി ഉണ്ടായി. ഇത് പാർട്ടിയുടെ പ്രവർത്തനങ്ങളെയും ജനസമ്മതിയെയും ബാധിച്ചു. അതുകൊണ്ട് അടിയന്തരമായ തിരുത്തൽ നടപടി ഇക്കാര്യത്തിൽ വേണം എന്നാണ് ചൂണ്ടിക്കാണിക്കുന്നത്. നഗരത്തിൽ അടക്കം പാർട്ടിയുടെ പിന്തുണ കുറയുകയാണ്. നഗരസഭയിലെ 2 ഏരിയ കമ്മിറ്റികൾ കീഴിലുള്ള പല വാർഡുകളിലും CPIM എന്ന സംഘടന പോലും ഇല്ലാത്ത സ്ഥിതിയാണ്. നഗരത്തിലെ പാർട്ടിയുടെ നേതൃത്വം കൈയാളുന്നത് പുറത്തുനിന്ന് വന്ന ആളുകളാണ്. പ്രാദേശികമായി ബന്ധമുള്ള ആരും നേതൃത്വത്തിലില്ല. അതുകൊണ്ട് തന്നെ ജനങ്ങളുമായി ബന്ധം സ്ഥാപിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാത്ത സ്ഥിതിയുണ്ട് എന്നും വി ജോയി അവതരിപ്പിച്ച പ്രവർത്തന റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിക്കുന്നു. നഗരസഭാ ഭരണത്തിനെതിരെ UDF-ഉം BJP-യും ശക്തമായ എതിർപ്പ് പ്രകടിപ്പിക്കുന്നു. എന്നാൽ ഭരണത്തിന് ഇതിനെ അതിജീവിച്ച് മുന്നോട്ട് പോകാനുള്ള മാധ്യമ പിന്തുണ പോലും ലഭിക്കുന്നില്ല. ഈ സാഹചര്യത്തിലാണ് നഗരസഭാ ഭരണത്തിന് കൂടുതൽ പിന്തുണ നൽകി ശക്തമായി നഗരസഭാ ഭരണത്തിന് പിന്നിൽ അണിനിരക്കേണ്ടിയിരിക്കുന്നുവെന്നും റിപ്പോർട്ട് ചൂണ്ടിക്കാണിക്കുന്നു. റിപ്പോർട്ടിന്മേൽ നടന്ന പൊതുചർച്ചയിൽ രൂക്ഷമായ വിമർശനമാണ് ഉയർന്നത്. നഗരത്തിലെ പല മയക്കുമരുന്ന് മണ്ണ് മാഫിയയ്ക്കും ഈ പാർട്ടിയിൽ നിന്ന് വലിയ തോതിൽ സഹായം ലഭിക്കുന്നുണ്ട് എന്ന റിപ്പോർട്ടിലെ പരാമർശത്തിന് ചുവടുപിടിച്ചായിരുന്നു വിമർശനങ്ങൾ. നഗരത്തിൽ ഈ മണ്ണ് മാഫിയും മറ്റും നിയന്ത്രിക്കുന്നത് എന്തൊക്കെയുണ്ടെന്ന തരത്തിൽ വിമർശനം ഉണ്ടായി. SFIക്കും DYFIക്കുമെതിരെ രൂക്ഷമായ വിമർശനം നടന്നു. അതോടൊപ്പം തന്നെ ആരോഗ്യം, തദ്ദേശ ഭരണം വകുപ്പ്, വിദ്യാഭ്യാസ വകുപ്പുകൾക്കെതിരെയും രൂക്ഷമായ വിമർശനമാണ് ഉണ്ടായത്. ആരോഗ്യ വകുപ്പിന്റെ എതിരെ ഉയർന്ന പ്രധാനപ്പെട്ട വിമർശനം ആശുപത്രികളിൽ ചെന്നാൽ മരുന്നില്ല, രാത്രികാലങ്ങളിൽ ഡോക്ടർമാരില്ല, പൊതുവിൽ കുത്തഴിഞ്ഞ സ്ഥിതിയാണ് ഈ സർക്കാർ ധർമാശുപത്രികൾ എന്ന് പറയുന്ന സ്ഥാപനങ്ങൾ കൂടുതലാണ്. ആഭ്യന്തര വകുപ്പിനെതിരെയും രൂക്ഷമായ വിമർശനം ഉണ്ടായി. SDPI, RSS തുടങ്ങിയ കോൺഗ്രസ് തുടങ്ങിയ പാർട്ടികളുടെ നേതാക്കൾക്കും പ്രവർത്തകർക്കും ലഭിക്കുന്ന പരിഗണന പോലും പോലീസ് സ്റ്റേഷനുകളിൽ CPM പ്രവർത്തകർ എന്ന് പറഞ്ഞാൽ ലഭിക്കുന്നില്ല. അത്തരത്തിലുള്ള ഒരു ദുസ്ഥിതിയാണ് നിലനിൽക്കുന്നത്. ഈ സ്ഥിതി മറികടക്കാൻ ഒരു തരത്തിലും കഴിയുന്നില്ല. ആഭ്യന്തര വകുപ്പിനെ പറ്റിയുള്ള പരാതികൾ കൊണ്ട് ജനങ്ങൾ വലഞ്ഞിരിക്കുകയാണ് എന്നുള്ള വിമർശനവും മുഖ്യമന്ത്രി സാക്ഷി നിർത്തി ഉന്നയിച്ചു. ഇത്തരത്തിലാണ് ചർച്ചകൾ മുന്നോട്ട് പോകുന്നത്. നാളെയും ചർച്ച തുടരും. ശരി, ആർ ശ്രീജിത്ത് വിശദാംശങ്ങൾ പങ്കുവെക്കുകയായിരുന്നു. പാർട്ടിയിൽ അടിമുടി തിരുത്തൽ വേണം എന്നുള്ള ആവശ്യമാണ് CPM തിരുവനന്തപുരം ജില്ലാ സമ്മേളനത്തിൽ അവതരിപ്പിച്ച സംഘടനാ റിപ്പോർട്ടിൽ പറയുന്നത്.